الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل وسلم وبارك. 37 ഹദീസ്. وعن أبي سعيد وأبي هريرة رضي الله عنهما. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഉദ്ധരിക്കുന്നു. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഖാല, നബി തങ്ങൾ പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത്തു യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. പറയാം. മാ യുസീബുൽ മുസ്ലിമ, മുസ്ലിമായ ഒരു മനുഷ്യനിക്ക് എത്തുകയില്ല, മിൻ നസബിൻ, ക്ഷീണം എത്തുകയില്ല, വലാ വസബിൻ, രോഗവും എത്തുകയില്ല, വലാ ഹമ്മിൻ, ആശങ്കയും ഉണ്ടാവുകയില്ല, വലാ ഹസനിൻ, വ്യസനവും ഉണ്ടാവുകയില്ല, വലാ അദൻ, വിഷമവും ഉണ്ടാവുകയില്ല, വലാ ഗമ്മിൻ, ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഒരു മുസ്ലിമായ മനുഷ്യന് ക്ഷീണമോ രോഗമോ ആശങ്കയോ വ്യസനമോ വിഷമമോ വലാഗമ്മിൻ, ക്ലേശമോ ഒന്നും ഉണ്ടാവുകയില്ല. ഏതുവരെ? ഹത്ത ശൗക്കത്തു, മുള്ളു വരെ, മുള്ളും യുശാക്കു ഹാ, ആ മുള്ള് അവന്റെ കാലിൽ തറക്കും. അപ്പൊ അവന് വേദന ഉണ്ടാക്കപ്പെടും, അവൻ വേദനിക്കപ്പെടും ആ മുള്ള് കാരണമായി. അവൻ കാലിൽ തറക്കുന്ന മുള്ള് വരെ മേൽ പറയപ്പെട്ട രോഗമോ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടാവുകയില്ല. ഇല്ലാ കഫറല്ലാഹു, അല്ലാഹു പൊറുത്തു കൊടുത്തിട്ടല്ലാതെ, ബിഹാ, ആ വിഷമങ്ങൾ കാരണമായി, മിൻ ഖതായാഹു, അവന്റെ ദോഷങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മുഅ്മിനായ മനുഷ്യന് ഇത്തരം പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വന്ന പ്രയാസങ്ങൾക്ക് പകരം അവന്റെ ദോഷങ്ങളിൽ നിന്നും അള്ളാഹു പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. മുത്തഫഖുൻ അലൈഹി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? പരീക്ഷണങ്ങളൊക്കെ ദോഷങ്ങൾ പൊറുക്കാനുള്ള ഉപാധികളാണ്. യെസ്. രോഗങ്ങളുണ്ടാവാം, ക്ഷീണമുണ്ടാവാം, തളർച്ച ഉണ്ടാകാം, മാനസിക ബുദ്ധിമുട്ടുണ്ടാവാം, ക്ലേശങ്ങളുണ്ടാവാം, മറ്റ് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. അതെല്ലാം അവൻ്റെ ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമായിട്ടല്ലാതെ, ദോഷം പുറത്തു കൊടുത്തിട്ടല്ലാതെ അള്ളാഹു അവർക്ക് ഒന്നും നൽകുകയില്ല. ക്ലിയർ അല്ലേ? അതിൽ നമ്മള് യുസീബു ഫീൽ മുദാരിയാണ്, അൽ മുസ്ലിമ മഫ്ഊലാണ്, മിൻ നസബിൻ ജാറു മജ്റൂറാണ്, വലാ വസബിൻ അതും അത്ഫു മഅ്തൂഫാണ്,
വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ഷൗക്കത്തു യുഷാക്കുഹാ. യുഷാക്കു അത് മുലാരിയാഫിലാണ്. ഷാക്ക യശൂക്കു വശീക്ക യുഷാക്കു അതിന്റെ മജ്ഹൂല. കഫറ ഇതില് മാലിയാണ് ഫഅല വസ്നക്ക്. കഫറ എന്നുള്ളതിന്റെ കഫർ. കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. ഇനി وعن ابن مسعود رضي الله عنه قال دخلت ഞാൻ പ്രവേശിച്ചു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഞാൻ പ്രവേശിച്ചു. വഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് ഇരുന്നേ, ഉറക്കെ വായിച്ചോളി. അങ്ങോട്ട് ഞാൻ അവിടെ പോയിട്ട് വർത്താനം പറഞ്ഞിരിക്കണ്ട കേട്ടാ. വഹുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുഅഖു നബി തങ്ങൾ പനി ബാധിക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. പനി പിടിച്ചിട്ടുണ്ട്, ശക്തമായ പനി പിടിച്ചിട്ടാണ്. അപ്പോൾ പനി പിടിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഞാൻ പ്രവേശിച്ചു. ഫഖുൽതു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നക തീർച്ചയായും താങ്കൾ തൂഅഖു പനി ബാധിക്കപ്പെട്ടിരിക്കുന്നു, വഅക്കൻ ശദീദൻ ശക്തമായ പനി ബാധിക്കപ്പെട്ടിട്ടുണ്ട്, നല്ല പനി ഉണ്ടല്ലേ നബിയെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജൽ അതെ, ഇന്നി ഊഅഖു തീർച്ചയായും ഞാൻ പനി ബാധിക്കപ്പെട്ടിരിക്കുന്നു, കമാ യുഅഖു റജുലാനി മിൻകും നിങ്ങളിൽ നിന്നും 2 പേർക്ക് പനി ബാധിക്കപ്പെട്ടതുപോലെ. നിങ്ങളിൽ നിന്ന് 2 ആൾക്ക് പനി പിടിച്ച പോലെയാണ് എനിക്കും എന്തുള്ളത്, പനി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചു, കുൽത്തു ഞാൻ ചോദിച്ചു, ദാലിക അത് അന്നലക്ക അജ്റൈനി, അപ്പോൾ നബിയെ ഞങ്ങൾക്ക് 2 കൂലി ഇട്ടു ചോദിച്ചു. അന്നലക്ക അജ്റൈനി, അത് താങ്കൾക്ക് 2 കൂലി ലഭിക്കും എന്നതിൻ്റെ സൂചനയാണോ? അപ്പൊ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജൽ അതെ, ദാലിക കദാലിക അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ശക്തമായ പ്രയാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ള കൂലി അല്ലാഹു നമുക്ക് നൽകും. എന്നിട്ട് പറയാണ്, മാമിൻ മുസ്ലിമിൻ മുസ്ലിമീങ്ങളിൽ നിന്നും ഒരാളും തന്നെയില്ല, മുസ്ലിമീങ്ങളിൽ നിന്നും ഒരാളും തന്നെയില്ല, യുസ്വീബുഹു അവനെത്തും, അതൻ ഒരു പ്രയാസമെത്തും, മുസ്ലിമീങ്ങളിൽ നിന്നും പ്രയാസമെത്തുന്ന ഒരാളുമില്ല. ഷൗക്കത്തൻ ഫമാ ഫൗഖഹ, അത് മുള്ളാവാം, അതിന് മുകളിലാവാം. മുള്ളും ഒരു മുള്ളു തറക്കലാവാം, അല്ലെങ്കിൽ അതിന് എത്രയോ മുകളിലാവാം. മുള്ളു വളരെ നിസ്സാരമായ ഒരു പ്രയാസമാണ്. അങ്ങനെ മുസ്ലിമീങ്ങളിൽ നിന്നും ഒരാൾക്കും ഒരു മുസ്ലിമും ഇല്ല, ഇല്ലാ കഫർ അല്ലാഹു, അള്ളാഹു പുറത്തു കൊടുത്തിട്ടല്ലാതെ, ബിഹ ആ മുള്ള് പോലത്തെ പ്രയാസം കാരണമായി, എന്തിനെ, സയ്യിആത്തിഹി അവൻ്റെ ദോഷങ്ങളെ, വഹുത്തത്തു അൻഹു അവനിൽ നിന്നും മായ്ച്ചു കളയപ്പെടും, കൊഴിച്ചു മാറ്റപ്പെടും, ദുനൂബുഹു അവൻ്റെ ദോഷങ്ങൾ. ഏതുപോലെ, കമാ തഹത്തു ഷജറത്തു മരം കൊഴിക്കുന്നത് പോലെ, വറക്കഹ ആ മരത്തിലെ ഇലകൾ, മരത്തിലെ ഇലകളെ മരം പൊഴിക്കുന്നത് പോലെ അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു പൊഴിച്ചു കളയും, അവനുണ്ടാവില്ല. അപ്പോൾ ഒരു വിഷമങ്ങൾ, ഒരു പ്രയാസം ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായ മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ദോഷങ്ങൾ അതുമൂലം പൊറുക്കപ്പെടുന്നതിന് കാരണമാകും.
വൽ വഴക്കു, വഴക്ക് എന്ന് പറഞ്ഞാൽ മഹഫുൽ ഹുമ്മ, പനിയുടെ ചൂടാണ്, ശക്തമായ ചൂട് എന്നാണ് എൻ്റെ അർത്ഥം. വക്കീലൽ ഹുമ്മ, മറ്റൊരു അഭിപ്രായം പനി തന്നെയുണ്ട്. പനി പിടിക്കപ്പെട്ടു എന്നും, അല്ലെങ്കിൽ പനിയായി ശക്തമായി പനിച്ച് ചൂട് പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അഭിപ്രായമുണ്ട്. രണ്ട് മീനിങ് ഉണ്ട് വഴക്കിന്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കരമായ പനി പിടിച്ചിരുന്നു. ആ പനി പിടിച്ചത് മൂലം നബി തങ്ങൾ ക്ഷമിച്ച് അതിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ ആദരവും ബഹുമാനവും നബി തങ്ങൾക്ക് കിട്ടി. അതുപോലെ സൃഷ്ടികളാകുന്ന, അടിമകളാകുന്ന നമുക്കും ആദരവും ബഹുമാനവും ലഭിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? മഗ്ഫുൽ ഹുമ്മ എന്ന് പറഞ്ഞ പനിയുടെ ചൂട്. പനി ഉണ്ടാകുമ്പോൾ ചൂടുണ്ടാവൂല, ശരീരം ടെമ്പറേച്ചർ, അതാണ് ഒരു മീനിങ് വഴക്ക് എന്ന് പറഞ്ഞാൽ. അല്ല, മറ്റൊരു അഭിപ്രായം വക്കീല അൽ ഹുമ്മ, പനി തന്നെയാണ്, എന്നിട്ട് ചൂട് എന്നൊന്നുമില്ല. അപ്പൊ അതില് മാലിയായ ഫീലാണ് ദഖൽതു അലൻ നബി വഹുവ യുഅഖു. അതൊക്കെ നമുക്ക് അറിയുന്ന മോഡൽ ഫീലാണ്. അതിലേതെങ്കിലും ഫീലുകൾ, അതിന്റെ സ്ട്രക്ചറുകൾ മനസ്സിലാവാത്തതുണ്ടോ? വഴക്കൻ, വഴക്ക് എന്നുള്ളത് മസ്തറാണ്. അജൽ എന്നുള്ളത് ഒരു ഇസ്മി ഫീലാണ് കേട്ടോ. ബല എന്നൊക്കെ പറയുന്ന പോലെ അതെ എന്നർത്ഥത്തിന് അജൽ, അതെ എന്ന് അർത്ഥം. ഏതിനെ? അല്ല, അജല് എന്ന് പറഞ്ഞ വേറൊന്നുണ്ട്, അവധി എന്നർത്ഥമുണ്ട്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അത് അവന്റെ അവധി, അവന്റെ സമയം തന്നെ അവിടെ അർത്ഥം. അവന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ. ഇനി 39 നോക്കാം. وعن أبي هريرة رضي الله عنه قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ, ആരെങ്കിലും, യുരിദില്ലാഹു ബിഹി, അള്ളാഹു അവനെ കൊണ്ട് ഉദ്ദേശിച്ചാൽ, ഖൈറൻ, വലിയ നന്മ ഉദ്ദേശിച്ചാൽ, വലിയ നന്മ അള്ളാഹു ഉദ്ദേശിച്ചാൽ, യുസിബ് മിൻഹു, അള്ളാഹു അവന് പരീക്ഷണങ്ങൾ നൽകും, അപകടങ്ങൾ നൽകും. വലിയ നന്മ അള്ളാഹു ഒരാളെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു അവന് പരീക്ഷണം നൽകും. റവാഹുൽ ബുഖാരി. അപ്പോ ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം, ഒരു ആപത്ത്, പ്രതിസന്ധി വരിക എന്ന് പറഞ്ഞാൽ അത് അവന് ഗുണമായിരിക്കും എന്നർത്ഥം. വല്ലബത്തു യുസിബ് ബിഫത്ഹി സ്വാദി വകസ്രിഹ, യുസബ് എന്നും അവർ ലബ്ത്ത് ചെയ്തിട്ടുണ്ട്. ലബ്ത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ യുസിബ് എന്നും വായിക്കാം, യുസബ് എന്നും വായിക്കാം. യുസിബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആപത്ത് നൽകും. യുസബ് മിൻഹു എന്ന് പറയുമ്പോൾ അവൻ ആപത്ത് നൽകപ്പെട്ടവനാകും എന്നർത്ഥം. അവന് പരീക്ഷണങ്ങൾ ലഭിക്കപ്പെടും. യുസീബ് എന്ന് പറയുമ്പോൾ അള്ളാഹു പരീക്ഷണം നൽകും. അത് മഅറൂഫാണ്. അസാബ യുസീബു, ഉസീബ യുസാബു എന്ന് വരും. അത് ജസ്മിന്റെ അവസരമായതുകൊണ്ട് ആ നടുവിലെ ലെറ്റർ കളഞ്ഞതാണ്. യുസാബ് എന്നുണ്ടാകുക. ആ അലിഫും അവസാനത്തെ ബാവും തമ്മിൽ ഇൽത്തിക്കാവു സാക്കിനി, രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നപ്പോൾ അലിഫിനെ കളഞ്ഞു. യുസബ് എന്ന് പറഞ്ഞു. യുസിബ് എന്നും പറയും. ക്ലിയർ അല്ലേ?
അത് അങ്ങനെ അതല്ല, അത് അള്ളാഹു നമ്മെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എന്താ അവൻ കാണിക്കുന്നത് വെക്കാനാണ്. നമ്മൾ അതൊരു ഒരു മാർഗാണ് അള്ളാഹുവിനെ ഓർമ്മിക്കാനുള്ള ഒരു മാർഗമാണ് പരീക്ഷണങ്ങൾ നൽകുക എന്നുള്ളത്. അത് മാത്രല്ല, അപ്പൊ ഇതിലെന്താന്ന് വെച്ചാലേ, അള്ളാഹു നമുക്ക് ചില പരീക്ഷണങ്ങൾ നൽകും. എന്ത്, ഈ അടിമ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അത് അള്ളാഹുവിന് അറിയാം, പക്ഷെ എന്നാലും ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യും. അപ്പോ നമ്മള് പരീക്ഷണം കൊണ്ടാ എന്ന് ചോദിക്കാൻ പാടില്ല, എനിക്ക് വിഷമം കാട്ട് എന്ന് ചോദിക്കാൻ പാടില്ല. പിന്നെ എന്തേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് താങ്ങാവുന്ന പരീക്ഷണങ്ങൾ നൽകി. എന്നെ പരീക്ഷിക്കല്ലേ എന്ന് നമ്മൾ ദ്വാരം, പരീക്ഷിക്കല്ലേ. കാരണം പരീക്ഷണം താങ്ങാൻ എനിക്ക് കഴിയില്ല, എൻ്റെ ഈമാന്റെ ബലഹീനത കൊണ്ട് എനിക്ക് നീ നൽകുന്ന പരീക്ഷണം തരണം ചെയ്യാൻ സാധിക്കൂല. അപ്പൊ എൻ്റെ ഈമാൻ വല്ല കുറവും പറ്റുമെന്ന് നമ്മുടെ വിനയമാണ്. ശരിക്കങ്ങനെ ഒരു ഒരു വിനയം കാണിക്കുന്ന രൂപമാണ്. അപ്പോ അള്ളാഹുവിനോട് നമ്മൾ അങ്ങനെ അതോടെ പരീക്ഷിക്കല്ലേ, ഞങ്ങളെ വിഷമങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ അത് കാരണം. ദാരിദ്ര്യത്തെ കുറിച്ച് ഹദീസിൽ, അതെ അതെ, അത് നമ്മളെ കുറവ് കൊണ്ടാണ്. അല്ലാതെ ഈ മഹാന്മാരായ ആളുകള് അവർ പരീക്ഷണങ്ങൾ അവർ ഈമാന്റെ പെർഫെക്റ്റ് കൊണ്ട്, കമാലിയത്ത് കൊണ്ട് അവർക്കത് പദവി വർദ്ധിക്കാനുള്ള കാര്യങ്ങളാണ്. ഇപ്പോ മറ്റൊരു ഉദാഹരണം വേറൊരു നിലക്ക് പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പരീക്ഷിച്ചു എന്ന് പറഞ്ഞാല്, നബി തങ്ങൾ ആ പരീക്ഷണം തരണം ചെയ്യും, ഉറപ്പായിട്ടും അത് എന്താണ് തരണം ചെയ്യും എന്നുള്ളത്. അപ്പൊ അത് അവരുടെ കമാലിയത്ത് വർദ്ധിക്കാനുള്ള ഒരു കാരണം. ഇതുപോലെ നബിതങ്ങളുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞോ അറിയാതെയോ രഹസ്യമോ പരസ്യമോ ആയ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, സംഭവിക്കൂല. അള്ളാഹു മാസൂമാക്കിയ അവരാണ്. അപ്പൊ പിന്നെ ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നബിതങ്ങൾ 70 തവണ ചൊല്ലാറുണ്ട്. നമ്മൾ പഠിച്ചല്ലോ, 100 തവണ ചൊല്ലാറുണ്ട് എന്നൊരു വായത്തിന് കാണാം. അതിൻ്റെ അർത്ഥം അത് അത്രയും കമാല് വർദ്ധിക്കാനാണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ ഈമാൻ ബലഹീനരായ ആളുകൾ ഒരു പക്ഷേ ചില പരീക്ഷണങ്ങളിൽ നമുക്ക് അടിതെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ദുആ ചെയ്യുന്നത്. പിന്നെ ചില ആളുകൾ, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പരിചയത്തിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും ഒരു ഈമാൻ്റെ ഉറപ്പുകൊണ്ട് അത് പിടിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഈമാൻ്റെ പവർ കൊണ്ടാണ്. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇത്രയൊക്കെ പരീക്ഷണം ഉണ്ടായിട്ടും ഇത്രയൊക്കെ വിഷമം ഉണ്ടായിട്ടും നിന്റെ മനസ്സ് ഭയങ്കര ഈമാൻ തന്നെയാണല്ലോ, കടുകട്ടിയാണല്ലോ എന്നൊക്കെ ചോദിക്കും. അത് അവർക്ക് അള്ളാഹു കൊടുത്ത സംരക്ഷണമാണ്. അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അവരെന്താ എൻ്റെ അടിമ ചെയ്യുന്നത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, 2 കണ്ണെടുത്ത് പരീക്ഷിച്ചു, കണ്ണിന്റെ കാഴ്ച എടുത്ത് മുമ്പത്തെ ഹദീസിൽ തന്നെ പറഞ്ഞില്ലേ, അവൻ ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ അള്ളാഹു തിരിച്ചെടുത്തു, കാഴ്ച. അവൻ അതിൽ ക്ഷമിച്ചു, എന്നാൽ അവർക്ക് അതിന് പകരം സ്വർഗത്തിലൊരു വീട് പകരം നൽകുന്നു. നമ്മൾ ഹദീസ് പഠിച്ചു. അപ്പോൾ അതങ്ങനെയാണ്. ചിലര് ആ രൂപത്തിൽ പരീക്ഷണം കിട്ടുമ്പോൾ തന്നെ ഈമാൻ തെറ്റിപ്പോണ രൂപം ഉണ്ടാവും. അപ്പോൾ ഏത് ഘട്ടത്തിലും നമുക്ക് എല്ലാ അനുഗ്രഹം നൽകുന്നതും എല്ലാ വിഷമങ്ങൾ നൽകുന്നതും നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള ഈമാൻ കാര്യങ്ങളിലെ 6ാമത്തെ പാർട്ട് നമ്മൾ ക്ലിയർ ആണോ, വ്യക്തമാണോ എന്ന് പരീക്ഷിക്കാൻ പല കാര്യങ്ങളും അള്ളാഹു നമുക്ക് ചെയ്യും. അത് നമ്മൾ പരീക്ഷണം നല്ല രൂപത്തിൽ തരണം ചെയ്യണം. അള്ളാഹുവെ നീ പരീക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് താങ്ങാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ നൽകണം എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലെങ്കിൽ പരീക്ഷിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ദുആ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ബഷീർ ഖാൻ ക്ലിയർ അല്ലേ? നാൽപ്പത്. അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ലായത്തമന്നയന്ന, ആഗ്രഹിക്കുകയേ ചെയ്യരുത്. അഹദുക്കും, നിങ്ങളിൽ നിന്നും ഒരാളും ആഗ്രഹിക്കുക ചെയ്യരുത്. അൽ മൗത്ത, മരണത്തെ ആഗ്രഹിക്കരുത് നിങ്ങളിൽ നിന്ന് ഒരാളും. ഈ ദുരിൻ, ഒരു പ്രയാസം ഉണ്ടായതിനു വേണ്ടി. അസാബഹു, അവനക്ക് എത്തിച്ചേർന്ന ഒരു പ്രയാസമുണ്ടായതിനു വേണ്ടി നിങ്ങളിൽ നിന്ന് ഒരാളും മരണത്തെ കൊതിക്കരുത്. ഫൈൻ കാന ലാ ബുദ്ധൻ, ഫൈൻ കാന ലാ ബുദ്ധ ഫായിലൻ, അവനക്ക് ഗത്യുത്തരമില്ലെങ്കിൽ, അങ്ങനെ ആഗ്രഹിച്ചേ പറ്റുള്ളൂ, അത്ര വലിയ പരീക്ഷണമാണ്, അവനത് ആഗ്രഹിക്കൽ കൂടാതെ കഴിയണില്ല, എന്നാൽ പല്യക്കുൾ, അവൻ പറയട്ടെ, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്യിനി, നീ എനിക്ക് ഹയാത്ത് നീട്ടിക്കൊണ്ട, നീ എന്നെ ജീവിപ്പിക്കണേ, മാ കാലത്തിൽ ഹയാത്തു ഖൈറല്ലി, ജീവിതം എനിക്ക് ഖൈറാകുന്ന കാലത്തോളം, വതവഫനി, നീ എന്നെ മരിപ്പിക്കണം, ഇദാ കാനത്തുൽ വഫാത്തു ഖൈറല്ലി, മരണം എനിക്ക് ഖൈറാവുന്ന കാലത്തോളം. മരണമാണ് എനിക്ക് ഖൈർ വെച്ചെങ്കിൽ എന്നെ നീ മരിപ്പിക്കണം, ജീവിതമാണ് എനിക്ക് ഖൈർ വെച്ചെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കുകയും വേണം. ഇങ്ങനെ പറയാം, അല്ലാതെ എന്നെ മരിപ്പിക്ക്, ഓനൊന്ന് മരിച്ചു പോട്ടെ, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മുഅ്മിനീങ്ങൾ വെച്ച് പുലർത്തരുത്. അങ്ങനെ മരണത്തെ ആഗ്രഹിച്ച് അവനായാൽ, ഫായിലൻ, അങ്ങനെ പ്രവർത്തിക്കുന്നവനായാൽ, ലാ ബുദ്ധ, ഗത്യന്തരമില്ലാതെ, വൈൻ കാന ഫായില, അതിന്റെ അടുക്ക് ലാബുദ്ധ വന്നാണ്. വൈൻ കാന, അവനായാൽ, ഫായിലൻ, അങ്ങനെ പ്രവർത്തിക്കുന്നവനായ, അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ അർത്ഥം എന്താ, ഇവിടെ പ്രവർത്തനം ഏതാ, ആഗ്രഹിക്കുന്നതാണ്. ഇനി അവൻ ആഗ്രഹിക്കുന്നതായാൽ, ലാബുദ്ധ, കൂടാതെ കഴിയുന്നില്ല, മറ്റൊന്നും എന്ത് ചെയ്യുന്നില്ല, കൂടാതെ കഴിയുന്നില്ല, ഇതേ പറ്റുള്ളൂ, ആഗ്രഹിക്കാനേ വരുന്നുള്ളൂ. കാരണം ക്ഷമിച്ച് എന്താണ് ചെയ്യാൻ, അവന് ഒന്നിനും കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അവൻ പറയണം, എന്ത്, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി എന്നവൻ പറയണം. ആ കാനന്റെ ഖബറാണ് ഫായിൽ എന്നുള്ളത്, അതിൻ്റെ അടുക്ക് ലാബുദ്ദാന്ന് ചേർന്ന് വന്നാണ്. അത് അങ്ങനെ അല്ലാതെ വേറൊന്നിനും കഴിയുന്നില്ല, ഇങ്ങനെ കഴിയുന്നുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിലെന്താന്ന് വെച്ചാല്, പ്രശ്നം എന്താ വെച്ചാല്, ഓൻക്ക് പിന്നെ ഈമാൻ, അവൻ ചെയ്ത ആരാധനകള്, അവൻ ചെയ്ത നന്മകള്, അതൊക്കെ ഇല്ലാതെയായി പോകും. മുഅ്മിനായ മനുഷ്യന് അതായത് പറയണം, മരണത്തെ ആഗ്രഹിച്ചു കഴിഞ്ഞാല് അവനെന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോ ഇതിന്റെ കൂലി എനിക്ക് വേണ്ടാന്നല്ലേ, ഈ ഇതിന് ശ്രമിച്ച കിട്ടുന്ന കൂലി എനിക്ക് വേണ്ട എന്ന രൂപത്തിൽ, അതിന്റെ വ്യംഗ്യമായിട്ട്. അപ്പൊ പിന്നെ അത് അത് വലിയൊരു ശിക്ഷയായിട്ട് വരുമോന്നല്ല, ഓരോരുത്തരും ഓരോ സ്വഭാവമാണല്ലോ. അപ്പൊ ഇതിൽ പോന് എന്താ വരികയെന്ന് വെച്ചാൽ, ലിയന്നോ യഖ്തുവനിൽ മുഅ്മിനി അജ്റൽ ഇബാദത്തി വത്വ ഇല്ലാ ഇദാ ലാഖത്തു അലൈഹി ദുനിയ വലാഖത്തു അലൈഹി നഫ്സി. അപ്പൊ ഭയങ്കര പ്രയാസം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, ഓന് മനസ്സിൽ മറ്റേ തന്നെ ആയിരിക്കും, ഒന്ന് മരിക്കണം തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും അങ്ങനെ എന്ത് ചെയ്യരുത്, കൊതിക്കാതെ, അതിലേക്ക് ചിന്തിക്കാതെ ഈ രൂപം പറയാം. അവന് അള്ളാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നല്ലേ അവന് മനസ്സിലാകുക.
വ്യക്തമായിട്ടല്ല. അത് മനസ്സിലാക്കേണ്ടത് അവന് അള്ളാഹുവിൽ എന്തായിട്ടില്ല, പൂർണ്ണമായിട്ടും അള്ളാഹു പരീക്ഷിക്കും, നമ്മൾ ക്ഷമിക്കേണ്ട ആളുകളാണ് എന്നുള്ള ഒരു ഈമാനികമായ ഒരു കരുത്തവന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പറയാം, അപ്പം അതിനനുസരിച്ച് കാര്യങ്ങളുണ്ടാവും. 41 وعن أبي عبد الله خباب بن الأرطي رضي الله عنه قال ശകൗന ഞങ്ങൾ പരാതി പറഞ്ഞു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞങ്ങൾ പരാതി പറഞ്ഞു. നബി തങ്ങളിലേക്ക് ഒരു പരാതി ബോധിപ്പിച്ചു. വഹുവ മുത്തവസ്സിദുൻ, നബി തങ്ങൾ തല വെച്ച് കിടക്കുകയാണ്. മുർദത്തല്ലഹു, നബി തങ്ങൾക്കുള്ള ഒരു പുതപ്പിനെ തലയിൽ വെച്ചിട്ട് തലയണയാക്കി കിടക്കുകയാണ്. ഫീദിൽ കഅബ, കഅബയുടെ തണലിൽ, കഅബയുടെ ചാരത്ത് പുതപ്പ്, നബിതങ്ങൾക്കുള്ള പുതപ്പിനെ തലയണയാക്കി വെച്ച് കടന്നുകൊണ്ടിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയുള്ള നബിതങ്ങളുടെ അടുക്കൽ ഞങ്ങൾ പോയി ഒരു പരാതി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അലാ തസ്തൻസിറു ലനാ, നബിയെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടിക്കൂടെ അള്ളാഹിനോട്. അലാ തദഉ ലനാ, നിങ്ങളൊന്ന് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തൂടെ. അതായത് പ്രശ്നം ഉണ്ടായിരുന്നു, നല്ല ശത്രുക്കളിൽ നിന്ന് കഠിനമായ പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ പറയാണ്, ഞങ്ങളോട് പോയി പറയണം, നിങ്ങൾക്ക് സഹായം ചോദിച്ചുകൂടെ അള്ളാഹിനോട്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്തു തന്നൂടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് കാന മൻ ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് മുൻപൊരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. യുഹദു റജുലു, ഒരു മനുഷ്യനെ പിടിച്ചെടുക്കപ്പെടും, അറസ്റ്റ് ചെയ്യപ്പെടും. എന്നിട്ട് ഫയുഹ്ഫറു ലഹു, അവനക്ക് വേണ്ടി കുഴിക്കപ്പെടും. ഫിൽ അർളി, ഭൂമിയിൽ അവന് വേണ്ടി ഒരു കുഴി കുത്തും. അപ്പോ ഒരു മുസ്ലിം, അന്നത്തെ കാലത്ത് മുൻഗാമികളായ ആളുകൾ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങളിൽ നിന്നും ഈമാൻ വിശ്വസിച്ച ഒരാളെ അവർ പിടിച്ചു കൊണ്ടുപോകും. എന്നിട്ട് ഭൂമിയിൽ അവനക്ക് വേണ്ടി ഒരു കുഴി കുത്തും. എന്നിട്ടിപ്പോൾ യുജഅലു ഫീഹ, അവനെ ആ കുഴിയിലേക്ക് ഇറക്കപ്പെടും. സുമ്മ യുഅ്താ ബിൽ മിൻശാരി, പിന്നെ ഒരു വാള് കൊണ്ടുവരപ്പെടും. എന്നിട്ട് ഫയൂളഉ അലാ റഅസിഹി, അവന്റെ തലന്റെ മേൽ വാള് വെക്കപ്പെടും. ഫയുജഅലു നിസ്ഫൈനി, അവനെ 2 കഷ്ണമാക്കപ്പെടും. തലമ വാള് വെച്ചിട്ട് 2 കഷ്ണമാക്കും. എന്നിട്ട് വയുംശത്തു, അവൻ ചീകപ്പെടും. ബി അംശാത്തിൽ ഹദീദ്, ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട്. മാദൂന ലഹ്മിഹി വ അദ്മിഹി, അവന്റെ എല്ലും മാംസവും വേർപെടുന്ന രൂപത്തിൽ ചീകിയെടുക്കും. അങ്ങനെ ചീന്തി, ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ ചീന്തി എടുക്കും, എല്ലും മാംസവും വേർപെടുന്ന രൂപത്തിൽ. ഇതൊക്കെ ചെയ്തിട്ടും മായസുദ്ദുഹു, അവനെ തടഞ്ഞില്ല. ദാലിക, ഈ പ്രവർത്തനങ്ങൾ തടഞ്ഞില്ല. അൻദീനിഹി, അവന്റെ മതവിശ്വാസത്തൊട്ട് തടഞ്ഞില്ല. അവന്റെ മതവിശ്വാസത്തൊട്ട് തടഞ്ഞില്ല. എന്നിട്ടും അവൻ എന്തായില്ല, ഇങ്ങനെയൊക്കെ അവനെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ അവനെ പ്രയാസപ്പെടുത്തിയിട്ടും അവന്റെ മതത്തിൽ നിന്നും മതവിശ്വാസത്തെ തൊട്ടും ഒന്നും ഈ വിഷയങ്ങളൊന്നും അവനെ തടഞ്ഞില്ല. നബിതങ്ങൾ പറയണം, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അംറ, ഈ കാര്യത്തെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഈ കാര്യത്തെ അള്ളാഹു പൂർത്തീകരിക്കും, ഇസ്ലാം ദീനിനെ അള്ളാഹു പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സൻആ, സൻആയിൽ നിന്ന് ഒരു യാത്രക്കാരൻ നടക്കുന്നത് വരെ, ഇലാ ഹദറമൗത്ത്, ഹദറമൗത്ത് വരെ. സനായിൽ നിന്ന് ഹദറമൗത്തിലേക്കൊരു സഞ്ചരിക്കുന്ന ആള് നടക്കും.
ലാ യഖാഫു ഇല്ലല്ലാ, അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാതെ, വേറൊരാളെയും പേടിക്കാതെ അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട് സൻഅയിൽ നിന്ന് ഹദറമൗത്തിലേക്ക്, യമനിലെ 2 സ്ഥലങ്ങളാണ്. സൻഅ യമന്റെ ക്യാപിറ്റലാണ്. ഹദറമൗത്ത് മറ്റൊരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് നടക്കും എന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര പ്രയാസമുള്ള സമയമാണ്. അവിടെ പോയാൽ അതിലെ യാത്ര ചെയ്യുമ്പോൾ മുതലപഹരിക്കപ്പെടും, ജീവന് ചിലപ്പോൾ നഷ്ടപ്പെടും, അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ നിലനിന്ന സമയം. അപ്പോൾ ഈ സമയങ്ങളിൽ സൻആയിൽ നിന്ന് ഹദറമൗത്ത് വരെ സഞ്ചരിക്കാൻ കഴിയും അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട്. അതുപോലെ വദ്ദിബാലവനമിഹി, ആടുണ്ടെങ്കിൽ ആടിൻ്റെ മേൽ ചെന്നായിയെയും പേടിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാലം വരാനുണ്ട്, സുഖവും സുന്ദരവുമായ ഒരു സമയം നിങ്ങൾക്ക് വരാനുണ്ട്. ഇസ്ലാം പടർന്ന് പന്തലിക്കാൻ സമയമുണ്ട്. വലാകിന്നകും, പക്ഷെ നിങ്ങൾ തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. നിങ്ങൾ ധൃതി കാണിക്കണ്ട, നിങ്ങൾ ക്ഷമിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ശത്രുക്കള് ഈ വിധം പ്രയാസമൊന്നും ആ മുൻഗാമികളായ സമൂഹത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന, മതവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളൊന്നും ഈ രൂപത്തിൽ ചില ആളുകൾക്ക് ഉണ്ടായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്, അധികം ആളുകൾക്കും ഉണ്ടായിട്ടില്ല. ചിലർക്ക് വീട്ടിൽ അടച്ചിട്ടു, ചിലരെ ഭക്ഷണം കൊടുക്കാതിരുന്നു, ചിലരെ മർദ്ദിച്ചു, അങ്ങനെ പല സംഗതികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളെ ദീനിൽ നിന്നും നിങ്ങളെ തടയാൻ പാടില്ല. ഏതുപോലെ നിങ്ങൾക്ക് മുൻഗാമിയായ ഒരാൾ, അവരെയൊക്കെ കുടിയിലേക്ക് വെച്ച് തല ഛേദിക്കുകയാണ് എന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്നിട്ടും അതൊന്നും, അത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടും അവരെന്തായിട്ടില്ല, അത് മതവിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. അതുപോലെ നിങ്ങളും ചെയ്യരുത്. നിങ്ങൾ ചെറിയൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ദ്വാരന്നൂടാനില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യൂ, സഹായം ചോദിച്ചു എന്ന് പറഞ്ഞു വരരുത്, ക്ഷമിക്കണം നിങ്ങൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആടുകളുടെ മേല് ചെന്നായിയെയും പേടിച്ചിട്ടല്ലാതെ. ചെന്നായകളുടെ ശല്യം ഉണ്ടാവും, ആടിനെ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ ചെന്നായി പിടിച്ചു എന്നൊക്കെ വരും. അതല്ലാതെ വേറൊരു രൂപത്തിലുള്ള പേടിയും വേണ്ട. അല്ല, നിങ്ങൾ ധൃതി കാണിക്കുന്നു. ഈ ഹദീസ് ഇസ്ലാം വ്യാപിക്കും എന്ന് ഒരു സൂചന കൂടിയാണ്. എപ്പോഴാ പറയുന്നത്? മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നടക്കുന്ന സമയത്താണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ഇസ്ലാം പരക്കും, വ്യാപിക്കുമെന്ന് അത് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. അവിടൊക്കെ ഇസ്ലാം വെളിച്ചമെത്തിയല്ലോ. പിന്നെ ഈമാൻ ഉൾക്കൊള്ളതിൻ്റെ പേരിൽ, മുസ്ലിമായി മുഅ്മിനായി എന്നതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും ഏൽക്കേണ്ടി വരൂല എന്നാണ് ഹദീസിൽ പറയുന്നത്. അങ്ങനത്തെ ഒരു ഘട്ടം നിങ്ങൾക്ക് വരും. പക്ഷെ ഈമാന്റെ പേരിലല്ല ആടിനെ ചെന്നായ പിടിക്കുന്നത്. അത് ഈമാൻ കുഴപ്പമുണ്ടായിട്ടൊന്നല്ല. ചെന്നായ നീ മുസ്ലിം ആയാലും അല്ലെങ്കിലും ചെന്നായക്ക് ആടിനെ കണ്ടാൽ അത് പിടിക്കും, അത് വേറെ വിഷയം. അപ്പോൾ ഈമാനും ഇഖ്ലാസും അതുപോലെ ദീനും ഇതൊന്നും ഒഴിവാക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ്. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, വഹുവ മുത്തവസ്സിദുൻ ബുർദത്തൻ ഈ ഭാഗയിലില്ല കേട്ടോ. ഏത് വഖദ് ലഖീന മിനൽ മുശ്രിക്കീന ശിദ്ദത്തൻ, ഞങ്ങൾ മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒരുപാട് പ്രയാസം അനുഭവിച്ചിരുന്നു. മുശ്രിക്കീങ്ങളിൽ നിന്ന് ഞങ്ങൾ ധാരാളം പ്രയാസം അനുഭവിച്ചിരുന്നു എന്ന ഭാഗം അവിടെ അല്ല. നബിതങ്ങൾ തലയണ, ഒരു പുതപ്പ് തലയണ വെച്ച് കഅബയുടെ തണലിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മുശ്രിക്കീങ്ങളിൽ നിന്ന്
പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പരാമർശം ഇല്ല. മറ്റൊരു വായത്തിൽ അതുണ്ട്. തലയണ വെച്ച് കിടക്കുക, തലയണ വെച്ച് കിടക്കുന്ന കൂടി പറയാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മ കാന യൗമു ഹുനൈൻ, ഹുനൈൻ യുദ്ധം ആയപ്പോൾ, അതായത് ഹുനൈൻ യുദ്ധമായപ്പോൾ എന്ന് പറഞ്ഞാൽ ഹുനൈൻ യുദ്ധം കഴിഞ്ഞു. ഹുനൈൻ യുദ്ധത്തിന്റെ കാലത്ത് അതിന് മുസ്ലിമീങ്ങൾ വിജയിച്ചു. ഒരുപാട് ഗനീമത്ത് സ്വത്തുക്കൾ കിട്ടി. മുസ്ലിമീങ്ങൾക്ക് 24,000 ഒട്ടകത്ത് കിട്ടിയിരുന്നു, 40,000 ആട് കിട്ടിയിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാം സ്വീകരിച്ച പുതുവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ഈമാൻ ഉറക്കുന്നതിനും അവരെ സഹായിക്കാൻ എല്ലാവരും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്തു? അവർക്ക് കുറച്ചധികം കൊടുത്തു. അതുപോലെ അറബികളിൽ കുറച്ച് പ്രഗത്ഭരായ ഗോത്രത്തിന് അവരുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് നബി തങ്ങൾ ഗനീമത്ത് സ്വത്ത് വീതം വെച്ചു. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത്. ഹുനൈൻ യുദ്ധകാലത്ത് ആഥറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തു നാസൻ, ഒരു വിഭാഗം ആളുകളെ, ഫിൽ കിസ്മത്തി, ഗനീമത്ത് സ്വത്ത് വീതം വെക്കുന്നതിൽ, ഗനീമത്ത് സ്വത്ത് വീതം വെക്കുന്നതിൽ കുറച്ച് ആളുകളെ തെരഞ്ഞെടുത്തു. ഫഅത്തൽ അക്റഅ ബിൻ ഹാബിസിൻ, അക്റഅ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു 100 മിനൽ ഇബിൽ, 100 ഒട്ടകം കൊടുത്തു. അക്റഅ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു 100 ഒട്ടകം കൊടുത്തു. ഫഅത്ത ഉയൈനത്ത് ബിൻ ഹിസ്ൻ മിസ്ല ദാലിക്, ഉയൈനത്ത് ബിൻ ഹിസ്ൻ റളിയല്ലാഹു അൻഹുവിനും അതുപോലെ കൊടുത്തു. ഫഅത്ത നാസ മിൻ അസ്റാഫിൽ അറബി, അറബി പ്രമുഖരായ ചില ആളുകൾക്ക് നബി തങ്ങൾ നൽകി. വാസറഹും യൗമ ഇദിൻ ഫിൽ കിസ്മ, അവരെയും ചില പ്രത്യേകം ഓഹരികൾ വിതരണം ചെയ്തു കൊടുത്തു, അവർക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ചു. ഫഖാല റജുൽ, അപ്പോൾ ഒരാൾ പറയണ, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്ന ഹാദിഹി, ഈ ഓരി വെക്കല്, കിസ്മത്തുൻ, ഇതൊരു ഓരി വെക്കലാണ്, മാ ഉദില ഫിഹ, അതിൽ നീതി നടത്തപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് നീതി നടത്താത്ത ഒരു വീതം വെക്കലാണ്. വമാ ഉരീദ ഫിഹ വജ്ഹുല്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് ഇതിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അള്ളാന്റെ പൊരുത്തത്തിനല്ല ഈ കാര്യം ചെയ്യുന്നത്, ഇത് നീതി കാണിച്ചിട്ടില്ല എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞു, വല്ലാഹി ല ഉഖ്ബിറന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യമായിട്ടും ഞാനത് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കും, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ല ഉഖ്ബിറന്ന, ഞാൻ വിവരം പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅതൈതു, ഞാൻ നബി തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഫഅഖ്ബർതു, ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, ബിമാ ഖാൽ, അദ്ദേഹം പറഞ്ഞ വിഷയം പറഞ്ഞു. ഫതഗയ്യറ വജ്ഹുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. ഹത്താ കാന കസ്സുർഫി, സുർഫ് പോലെയായി. സുർഫ് എന്ന് പറഞ്ഞാൽ ചുവന്ന ചായം പിടിച്ചതുപോലെ, ദേഷ്യം കൊണ്ട് ചുവന്നു നബി തങ്ങളുടെ മുഖം. സുമ്മഖാൽ, അത് നബി തങ്ങൾ പറഞ്ഞു, ഫമൻ യഅദിലു, ആരാണ് നീതി കാണിക്കുക, ഇദാ ലം യഅദിലില്ലാഹു വറസൂലു, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നീതി കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക? നീതി കാണിക്കാനും നീതി പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ വന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് അയച്ച ആളാണ് അള്ളാഹു. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നീതി കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് നീതി കാണിക്കും? നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, ഓരോ സാഹചര്യങ്ങളനുസരിച്ച് പരിഗണിക്കണ്ടേ, ചില ആളുകളെ പരിഗണിക്കേണ്ടത്. അങ്ങനെ പരിഗണിച്ചതാണ് ഇവിടെ. ഉമ്മക്കാൽ, എന്നിട്ട് പറഞ്ഞു, നബിതങ്ങൾ പറഞ്ഞു, യർഹമുല്ലാഹു മൂസ, മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് അള്ളാഹു കാരുണ്യം ചെയ്തു. കത് ഊദിയ ബി അക്സറ മിൻ ഹാദാ, ഇതിനേക്കാളും വലിയ പ്രയാസം മൂസാ നബിക്ക് ഉണ്ടായിരുന്നു. ഫസബറ, മൂസാ നബി ക്ഷമിച്ചു. അപ്പം നബിതങ്ങൾക്ക് ദേഷ്യം വന്നു, ഇത് ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ. മൂസാ നബി ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കപ്പെട്ടു,
സലഫി ക്ഷമിക്കുകയും ചെയ്തു. അതുപോലെ ഞാനും ക്ഷമിക്കുകയാണ്, ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഉള്ള പരാതി ഞാൻ ക്ഷമിച്ച് ആക്കുന്നു എന്ന് പറയും. ഫക്കുൽത്തു, അപ്പോൾ ഇബ്നു മസ്ഊദ് എന്ന് പറയാണ്, ലാ ജറമ, സത്യമായിട്ടും, ലാ അർഫഉ ഇലൈഹി, അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ഞാൻ എത്തിക്കുകയില്ല, അതിന് ശേഷം ഹദീസിന് ഒന്നിനെ എത്തിക്കൂല, പേടിച്ചിട്ടേ നമ്മൾ പറയല, ഞാനൊന്നും പറഞ്ഞു കൊടുക്കൂല എന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ എന്ത് മുനാഫിക്കീങ്ങളും പഴച്ചവരും പറഞ്ഞ വിഷയം പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ദേഷ്യം വരുന്നത് നമുക്ക് താല്പര്യമില്ല. റസൂലുള്ളാഹിന്റെ മുഖം വിവരണമായപ്പോൾ അത് വിഷമായി എന്ന് പറഞ്ഞതാണ്. ലാ ജറമ, സത്യമായിട്ടും, ലാ അർഫഉ, ഞാൻ എത്തിക്കുകയില്ല, ഇലൈഹി, നബിതങ്ങളിലേക്ക് അതിന് ശേഷം ഹദീസിന് ഒന്നിനെയും എത്തിക്കുക. ഞാൻ ഈ മുനാഫിക്കുകളും അതുപോലെ പഴച്ച ആളുകളും പറഞ്ഞ കാര്യം ഞാൻ എന്തായില്ല, പിന്നെ അതിന് ശേഷം എത്തിച്ചിട്ടില്ല. അതെ, ലാജർമ എന്ന് പറഞ്ഞാൽ ലാ മഹാലത്ത, സംശയമല്ല, ഒരു സംശയമല്ല. നമ്മൾ ഒരു സംശയമല്ല, തീർച്ചയായും എന്ന് പറഞ്ഞാൽ ഹക്കെന്നുള്ള അർത്ഥം. ഖൗലുഹു കസുർഫി, സുർഫ് എന്ന് പറഞ്ഞാൽ മുഹ്മല, പുള്ളിയില്ലാത്ത സ്വാദ്, മുഹമ്മത്ത് എന്ന പുള്ളിയില്ലാത്ത സ്വാദ് എനിക്ക് കസിർ കൊണ്ടാണ് വായിക്കേണ്ടത്. വഹുവ സിബുൻ അഹ്മറു, ചുവന്ന ചായത്തിനാണ് സിഫർ എന്ന് പറയുന്നത്. സിർഫ് എന്നുള്ളത് ചുവന്ന ചായം പിടിച്ച പോലെയായി ദിനങ്ങളുടെ മുഖം വിവർണമായി ഈ കേസ് വന്നത്. Yes.